അതിൽ ഞാനൊന്നും അനുഭവം പറയുന്നു. അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അതോടൊപ്പം ഗവൺമെൻറ് ആ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ ഗവൺമെൻറ് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ്റിന് അക്കാര്യത്തിലൊന്നും അഭിപ്രായമില്ല. ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷം വ്യത്യാസത്തിന്റെ കാര്യമില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് പുറകെ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ അതുകൊണ്ടൊക്കെ ന്യൂനപക്ഷത്തെ കൂടുതൽ സാധിക്കുമോ സർക്കാരിന്? സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലല്ലോ, സർക്കാരിൻ്റെ നിലപാടുകളാണല്ലോ പറഞ്ഞത്. ഏത് വിഭാഗം എന്നുള്ളതല്ല, എല്ലാവരും ഒരുമിച്ച് കാണുന്ന നിലപാടേ സർക്കാരിനുള്ളൂ. ന്യൂനപക്ഷ സംഗമം പക്ഷേ അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള സംഗമങ്ങൾ നടക്കുന്നുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സംഗമങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഭാഗീയ ചിന്താഗതികൾക്ക് ഇട കൊടുക്കാൻ പാടില്ല. അതൊക്കെ എല്ലാ വിഭാഗത്തും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതേ ഉള്ളൂ. അതിന് വിഭാഗീയ ചിന്താഗതി അത് പ്രസക്തി ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇടതുപക്ഷ മുന്നണി എടുക്കുന്ന നിലപാടുകളുടെ പശ്ചാത്തലത്തിലും കൂടുതൽ സീറ്റുകൾ വിജയിച്ചു വരുന്നതിനുള്ള സാഹചര്യങ്ങളാണ് പാർട്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി കഴിയുന്നത്ര നിയോജക മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും പാർട്ടി കൺവെൻഷനുകൾ നടത്തി തയ്യാറെടുപ്പുകളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനവും ഗവൺമെൻറ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും ആ ജനങ്ങളിൽ നടത്തിയിട്ടുള്ള സ്വാധീനവുമെല്ലാം എത്തിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ പാർട്ടി കണ്ടിട്ടുള്ളത്. ഈ ഒരു പ്രധാന ആക്ഷേപം പലപ്പോഴും വരാറുള്ളത് ഈ വെല്ലിയേട്ടൻ കളിയാണ് CPM എന്നാണ്. ഇപ്പോൾ കേരള കോൺഗ്രസിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? വെല്ലിയേട്ടൻ കളിക്കാണെന്നത് സ്വാഭാവികമായിട്ടും മുന്നണിയിൽ വലിയ കക്ഷി എന്ന നിലയിൽ CPM തന്നെയാണല്ലോ. അതിലെ ഘടകകക്ഷികളാണല്ലോ ബാക്കി കക്ഷികളെല്ലാം. അപ്പോൾ അതിനോടൊപ്പം നിലയുറച്ചുകൊണ്ട് മുന്നണിയെ ശക്തിപ്പെടുത്താൻ നിലപാടുകൾ സ്വീകരിക്കുകയാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട്. ഞങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി എന്ന ചിന്ത ഞങ്ങൾക്കില്ലാത്ത കാലഘട്ടത്തിൽ മുന്നണിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ, മുന്നണി എന്ന് പറയുമ്പോൾ ഒറ്റക്കെട്ടാണ്. അപ്പോൾ എല്ലാ കക്ഷികളും ചേർന്നതാണ്, അത് ചെറുതും വലുതൊക്കെയാണ്. ആ നിലയിൽ ഒറ്റക്കെട്ടായ മനസ്ഥിതിയോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യവും അതിന് സഹായകമാകുന്ന നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനം. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.